എൽദോനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി രണ്ടാമത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു വാക്കും കൂടി പറയാനുണ്ട്. ഒരുപാട് നാളായി, 14 വർഷമായിട്ട് നമുക്ക് ഇവിടെ കണ്ടുവരുന്ന നമ്മളൊരു നായയാണ്. നായെന്ന് ഞാൻ വിളിക്കാറില്ല. എൽദോ അല്ലെങ്കിൽ മോനെ എടാ എന്നൊക്കെ വിളിക്കാറുള്ളൂ. എന്ത് കാര്യം ഉണ്ടെങ്കിലും എവിടെ സഹകരണത്തിന് കുട്ടികളായിട്ടും നമ്മുടെ ചേച്ചിമാരും അമ്മമാരൊക്കെ ആയിട്ട് നല്ല ഒരു സൗഹൃദ ബന്ധത്തിൽ നടന്നു. എല്ലാം കൊണ്ടും നല്ലൊരു ചങ്ങാതിയായിരുന്നു നമ്മളെ. അത് നമ്മുടെ ടറാക്കോട്ട ജയൻ ചേട്ടൻ എന്ന് പറയും. ഇവിടെ ടറാക്കോട്ട ജയൻ ചേട്ടൻ്റെ ശിഷ്യനാണ് സാധിച്ചത്. ഇതിന്റെ ഇതൊക്കെ പണിത് ഞങ്ങൾ തന്നെ, ഞാൻ തന്നെയാണ്. ഞാനാണ് അതിന്റെ വർക്ക കൽപ്പനയാണ്. നാട്ടുകാരായിട്ട് എല്ലാവർക്കും നല്ല സ്നേഹവും, എല്ലാവരും ഒരുപാട് ഒരു ഉപദ്രവം ചെയ്തല്ലോ. ഒരു ഉച്ചനെ പോലും നമ്മൾ ഉപദ്രവിക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. ഞങ്ങൾക്ക് നമ്മളൊരു കൂട്ടുകാരൻ, നമ്മുടെ സനകൻ കൊണ്ടുവന്ന് ഇറക്കിയേക്കാണ്. ഒരു ചെറുപ്പത്തിൽ കൊണ്ടുവന്നാണ്. ഒരു 6 മാസം പ്രായമുള്ള കൊണ്ടുവന്നേക്കാണ്. ഇപ്പൊ അതിന്റെ ഈ പാട് ഞാൻ എടുത്താൽ ഇതിനൊരു പ്രത്യേക ഒരു പാടുണ്ട് ഇവിടെ എടുത്തില്ലേ. ഇത് പുള്ളിയെ പാടാറുണ്ട്. അപ്പൊ അത് ഞങ്ങള് ശ്രദ്ധിച്ചപ്പോ ഇങ്ങനെ സനകൻ എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷക്കാരൻ അത് ശ്രദ്ധിച്ചത്. കാരണം ശരിക്കും ഞങ്ങൾ ഇപ്പൊ അറിയുന്നത് ഒരു തോട്ടിൽ ഇങ്ങനെ മരിച്ചിടക്കനായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. തോട്ടിൽ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ആ പള്ളി സൈഡിന്റെ പുറയിലാണ് മരിച്ചിടക്കനായിട്ട് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളൊരു 14 വർഷമായിട്ട് ഇവിടെ കണ്ടുപറ്റുന്നവര് ഞങ്ങളൊരിക്കലും അതിനെ എൽദോ എന്നാണ് പേരിട്ടത്. എൽദോ എന്നാണ് ഞങ്ങളെല്ലാവരും നാമോദരം ചെയ്യണത്. പിന്നെ ഞങ്ങളെ ഒരിക്കലും അതിനെ നായെന്നോ പട്ടിയെന്നോ ഞങ്ങൾ വിളിക്കാറില്ല. ഒന്നില്ലെങ്കിൽ എൽദോ അല്ലെങ്കിൽ മോനെ എടാ എന്നാണ് വിളിക്കുക. എല്ലാം കൊണ്ടും നമുക്ക് സ്കൂൾ കുട്ടികൾക്കായാലും ഇവിടുത്തെ അമ്മമാർക്കായാലും ചേച്ചിമാർക്കായാലും എല്ലാത്തിനും ഒരു തണലായിരുന്നു. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അവനെ വീട്ടിൽ കൊണ്ടാക്കില്ലേ ചിലപ്പോൾ ചെയ്ത് നല്ലൊരു രീതിയിൽ ഒരാൾ ഉപദ്രവിക്കാണ്ട് നല്ലൊരു രീതിയിൽ നല്ലൊരു അടിപൊളിയായിട്ട് നല്ല കണ്ടീഷനായിട്ടുള്ളൊരു അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയാണ്.